ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമേ, ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും നിന്റെ വഴിയാത്രയിൽ നിനക്ക് ചില പ്രയാസഘട്ടങ്ങൾ നേരിടേണ്ടി വരും. നീ ചില പ്രയാസമേറിയ പാതയിലൂടെ, പ്രയാസമേറിയ ചില വിഷയത്തിലൂടെ നീ കടന്നു പോകേണ്ടി വരും. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമകൾ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമകൾ, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്ന ദൈവമകൾ, ആ വഴിയാത്രയിൽ നേരിടുന്ന പ്രയാസമേറിയ വിഷയം എന്ത് തന്നെയാണെങ്കിലും അതിനെ നടുവിൽ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പകരം രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, വിടിവിക്കുന്നൊരു ദൈവമുണ്ട്, കരുണ കാണിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം അത് ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി ആ സാന്നിധ്യം വെളിപ്പെടുന്നതിന് നിന്നെ രക്ഷിക്കുന്ന, നിന്റെ പ്രയാസമേറിയ വിഷയം എന്ത് തന്നെയാണെങ്കിലും, നിന്നെ പ്രയാസപ്പെടുത്തുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും നിന്നെ രക്ഷിക്കുന്ന ദൈവം ഇന്ന് പല പരിശുദ്ധന്മാർ ഇതിനകത്തിരിക്കുന്നവരോട് വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നു. ചില ഹൃദയത്തെ പ്രയാസപ്പെടുത്തുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ. പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അയ്യോ, എല്ലാ പ്രയാസങ്ങളും നമ്മൾ തന്നെ ചുമന്നുകൊണ്ടാ നമ്മളിവിടെ വന്നേ. എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ കണ്ടെത്തിയ ഒരിടം അത് ആലയമാണ്. അതുകൊണ്ടാ എന്ത് തിരക്കുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും കുറച്ചു നേരം ഇരിക്കാനേ പറ്റിയുള്ളെങ്കിലും ചിലരിവിടെ വളരെ ബന്ധപ്പെട്ട് വരുന്നതിന്റെ കാരണം അറിയാമോ? എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കപ്പെടുന്ന ഒരു ഇടം അതിവിടെ. അങ്ങനെയാണ് ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാ. ഇന്ന് നീ ഇതിനകത്തിരിക്കുമ്പോ നിന്റെ ഹൃദയത്തെ പ്രയാസപ്പെടുത്തുന്ന വിഷയം അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആത്മാവിനെ